വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ രാജിവെച്ചു. വയനാട് കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങളിൽ നേതാക്കൾക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി വയനാട് ജില്ലയിൽ ഇത്തരത്തിലുള്ള സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. സലീം, വയനാട്ടിൽ കുറേ നാളുകളായ പ്രശ്നങ്ങളുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൽ ചിലതിൽ കഴിഞ്ഞ ദിവസമൊക്കെ പരിഹാരമായതുമുണ്ട്. എന്താണ് ഇപ്പോൾ ഈ രാജിയുടെ പിന്നിലുള്ള കാരണം? ക്രിസ്റ്റീന, സംസ്ഥാനത്ത് തന്നെ കോൺഗ്രസിന് ഏറ്റവും അധികം സംഘടനാ ശക്തിയുള്ള ജില്ലയാണ് വയനാട്. ആ ജില്ലയിൽ കഴിഞ്ഞ ഏറെക്കാലമായി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഫണ്ട് വിഷയത്തിലാണെങ്കിലും ശരി, അതല്ലാതെ തന്നെ അവിടെയുള്ള DCCയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലാണെങ്കിലും ശരി, വലിയ വിവാദങ്ങൾ നിലനിന്നിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ND അപ്പച്ചൻ ഇതുമായി ബന്ധപ്പെട്ട് രാജിവെച്ചിരിക്കുന്നത്. നേരത്തെ ഈ DCC ട്രഷററുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ബാധ്യത തീർത്തത് പോലും NM വിജയന്റെ സാമ്പത്തിക ബാധ്യത തീർത്ത് കഴിഞ്ഞ ദിവസമാണ് KPCC ആ തുക അടച്ചു തീർത്തത്. ഇന്നലെ അടച്ചു തീർത്തതിന് പിന്നാലെയും അതുമായി ബന്ധപ്പെട്ടും ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ആ കുടുംബവുമായി DCC അത്ര രസത്തിലായിരുന്നില്ല കഴിഞ്ഞ ഏറെക്കാലമായി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ NM വിജയന്റെ ആത്മഹത്യയിൽ തന്നെ പങ്കുണ്ട് എന്നതുൾപ്പെടെയുള്ള വലിയ ആരോപണങ്ങൾ ഈ DCC പ്രസിഡന്റ് ആയിരുന്ന ND അപ്പച്ചൻ നേരിട്ടിരുന്നു. അതിന് പിന്നാലെ തന്നെ തനിക്ക് ആത്മഹത്യയുമായി ഒരു ബന്ധവുമില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും അതിന് പിന്നാലെ അതിൽ വിശദീകരണം നടത്തുകയും ചെയ്തു. അതിനൊടുവിലാണ് നിലവിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നു. അതിന് പിന്നാലെ ND അപ്പച്ചൻ തന്നെ ആ വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെ ആ നിലയിൽ മാറ്റാൻ ഒരു നീക്കവും നടക്കുന്നില്ല എന്ന തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയത്. പക്ഷേ അതിന് പിന്നാലെ വീണ്ടും KC വേണുഗോപാൽ തന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ അക്കാര്യവുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് നിലവിൽ ഈ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത്. അത് നേതൃത്വം ചോദിച്ചു വാങ്ങിയതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. നേതൃത്വം ആ നിലയിലൊരു രാജിക്കത്ത് ചോദിച്ചിട്ടില്ല എന്നാണ് അറിയിക്കുന്നത്. എന്തായാലും ശരി, DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ND അപ്പച്ചൻ രാജിവെച്ചിരിക്കുന്നു എന്നുള്ളത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വാർത്തയാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ആ ജില്ലയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അത് ഒന്നോ രണ്ടോ അല്ല, പല വിഷയങ്ങൾ സംഘടനയുമായി ബന്ധപ്പെട്ട് സംഘടനയെ നേരെ നയിക്കാൻ കഴിയുന്നില്ല എന്നത് ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ പരാതിയായി KPCC അറിയിച്ചിരുന്നു. പിന്നാലെ തന്നെ മറ്റു ചില വിവാദങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് അവിടെ ഉയർന്നു വരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അത് ഈ NM വിജയന്റെ ആത്മഹത്യ ആണെങ്കിലും ശരി, സഹകരണ ബാങ്കുകളിലെ ഇടപെടലുകളിൽ ആണെങ്കിലും ശരി, ഫണ്ട് പിരിവിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുമൊക്കെ വിവാദങ്ങൾ നിലനിന്നിരുന്നു. അതിന് പിന്നാലെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് പിരിവുകളിലും അവിടുത്തെ കൃത്യമായ ഇടപെടലുകൾ നടത്താനും വീടിനുള്ള സ്ഥലം കണ്ടെത്തുന്നതിലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് DCCയുടെ അടുത്തുനിന്ന് ഒരു വിധത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നതുൾപ്പെടെയുള്ള വലിയ വലിയ ആരോപണങ്ങൾ KPCC നേതൃത്വത്തിന് തന്നെ പരാതിയായി ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വയനാട്ടിലെ സംഘടനാ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ND അപ്പച്ചൻ രാജിവെച്ചിരിക്കുന്നത്. സംഘടനാ പ്രശ്നങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ് എന്നുള്ളതായിരുന്നു ND അപ്പച്ചന്റെ കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്ന ഒരു പ്രസ്താവന. പക്ഷേ കൂടുതൽ ഗൗരവത്തോടുകൂടി KPCC ആ വിഷയത്തെ കാണുന്നു എന്നുള്ളതാണ്. കാരണം DCCയുടെയും ND അപ്പച്ചന്റെയും ഉൾപ്പെടെയുള്ള എതിർപ്പിനെ തള്ളിയാണ് പൂർണ്ണമായും NM വിജയന്റെ കുടുംബത്തിന്റെ കുടിശ്ശിക KPCC അടച്ചു തീർത്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു ആ വാർത്ത 24 തന്നെ പുറത്തുവിടുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഈ അർബൻ ബാങ്കിലെ തുക അടച്ചു തീർത്ത് 60 ലക്ഷം രൂപ അടച്ചു തീർത്തതിന് പിന്നാലെ KPCC ND അപ്പച്ചനോടുള്ള നിലപാട് കടുപ്പിക്കുകയായിരുന്നു. കാരണം വലിയ ബാധ്യത കോൺഗ്രസിന്, പ്രത്യേകിച്ചും സംഘടനാപരമായി വലിയ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തൊരു പശ്ചാത്തലത്തിൽ വെറുതെ 60 ലക്ഷം രൂപ, 90 ലക്ഷത്തിലധികം രൂപ ഒരു കുടുംബത്തിനായി ചിലവഴിക്കേണ്ടി വന്നത് ND അപ്പച്ചൻ്റെ ഉൾപ്പെടെയുള്ള ഇടപെടൽ മൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ബാധ്യത കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ആ നിലയിൽ ഇക്കാര്യങ്ങളിലേക്ക് ഒരു ഇടപെടൽ നടത്താൻ കോൺഗ്രസിന് ഇല്ലാത്ത സമയത്താണ് ഈ പണം ഉൾപ്പെടെ അടയ്ക്കേണ്ടി വന്നത് എന്നുള്ളത് ഉൾപ്പെടെ കോൺഗ്രസിന്റെ മേൽ KPCCക്ക് ND അപ്പച്ചനെതിരായ വികാരം ഉയരാൻ കാരണമായി. അതിന് പിന്നാലെയാണ് ND അപ്പച്ചൻ ഈ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയും ചെയ്യുന്നത്. ക്രിസ്റ്റീന. സലീം, ഇതിനിടെ കഴിഞ്ഞ ഇടയ്ക്കാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്തരത്തിലുള്ള ചില അഴിമതിയുമായി ബന്ധപ്പെട്ട് വലിയ പരാമർശം നടത്തിയത്. രാഷ്ട്രീയക്കാരായാൽ നേരും നെറിയും വേണം എന്ന് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ തന്നെ അദ്ദേഹം വളരെ ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഇതിനൊക്കെ ശേഷമാണ് ഈ രാജി വരുന്നത്. ഈ DCC പ്രസിഡന്റിന്റെ രാജിയോടെ ഈ പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാശ്വത പരിഹാരമാകുമോ?
ക്രിസ്റ്റീന, വയനാട്ടിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം DCC പ്രസിഡന്റിന്റെ രാജി കൊണ്ട് മാത്രം അവിടുത്തെ സംഘടനാ പ്രശ്നങ്ങൾ തീരില്ല. പക്ഷേ സംഘടനാ പ്രശ്നങ്ങൾ തീർക്കുന്നതുമായി ബന്ധപ്പെട്ട ഇടപെടലിന്റെ തുടക്കം എന്ന ഇക്കാര്യങ്ങളിൽ പറയാൻ കഴിയും. കാരണം ആ ഇടപെടൽ സജീവമായി തന്നെ കോൺഗ്രസ് ആരംഭിച്ചു എന്നുള്ളതാണ്. കാരണം അവിടെ നേരിട്ട് കൊണ്ടിരുന്ന പ്രതിസന്ധികൾ ഓരോന്നായി പരിഹരിച്ചു വരികയാണ്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നൊരു പശ്ചാത്തലമുണ്ട്. അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. കേരളത്തിൽ തന്നെ കോൺഗ്രസിന് ഇത്രയും അടിയുറച്ച സംഘടനാ സംവിധാനമുള്ള മറ്റൊരു ജില്ലയില്ല. ഏതെങ്കിലും സ്ഥാനാർത്ഥി അവിടേക്ക് വലിയ പേരില്ലാത്ത സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയാൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ജില്ല എന്നതുൾപ്പെടെ കോൺഗ്രസിന്റെ ഒരു ശക്തി ദുർഗം, ഒരു കോൺഗ്രസിന്റെ കോട്ട എന്നുള്ള നിലയിലാണ് വയനാടിനെ കോൺഗ്രസ് തന്നെ വിലയിരുത്തുന്നത്. ആ കോട്ടയ്ക്ക് ഇളക്കം തട്ടിയോ എന്നുള്ള ഒരു ചിന്ത കോൺഗ്രസിൽ തന്നെ ഉയരുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും നിലയിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ അവിടുത്തെ കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾക്ക് കഴിയൂ എന്ന് CPIM വിലയിരുത്തിയിരുന്നു. അതിന് പിന്നാലെ കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ CPIM അവിടെ മുതലെടുക്കാനുള്ള നിലപാട് സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്ത നിലയും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നിലയിലേക്കൊരു തീരുമാനം ഉണ്ടായത്. പ്രത്യേകിച്ചും DCCയുടെ മീറ്റിംഗിൽ ഉൾപ്പെടെ ഈ കയ്യാങ്കളിയിലേക്ക് ഉൾപ്പെടെ പോകുന്നൊരു സാഹചര്യം വയനാട്ടിൽ നിലനിന്നിരുന്നു. ND അപ്പച്ചനെ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന നിലയുണ്ടായിരുന്നു. പ്രവർത്തകർക്ക് വലിയ വികാരം ND അപ്പച്ചനെതിരെ ഉണ്ടായിരുന്നു. ഈ മുള്ളംകൊല്ലിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വികസന സെമിനാറിൽ വെച്ച് ND അപ്പച്ചന് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ വിഷയത്തിൽ കോൺഗ്രസിന്റെ തന്നെ അച്ചടക്ക സമിതി അന്വേഷണം നടത്തുകയുമായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അക്കാര്യങ്ങളിൽ വിശദമായ പരിശോധന നടത്തി. ആ പരിശോധനയ്ക്കും ശേഷം ND അപ്പച്ചനെ കയ്യേറ്റം ചെയ്തതിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച എന്നതിൽ നിരവധി വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ പോലും ജില്ലയിൽ ഈ സംഘടനാ പ്രശ്നങ്ങൾ കാരണം മുന്നോട്ട് പോകുന്നില്ല എന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ടായി. ഇനിയും ആ നിലയിൽ തുടരുക ബുദ്ധിമുട്ടാണ് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് KPCC നേതൃത്വം തന്നെ ND അപ്പച്ചന്റെ രാജിയെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ND അപ്പച്ചൻ KPCC അധ്യക്ഷന് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നേതൃത്വം ചോദിച്ചു വാങ്ങിയാണോ രാജി എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. നേതൃത്വം ചോദിക്കും മുൻപേ സ്വന്തം നിലയിൽ രാജിക്കത്ത് നൽകി എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഈ ഉൾപാർട്ടി പോര്, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഉൾപാർട്ടി പോര് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായിരുന്നു. അതിന് പിന്നാലെയാണ് IC ബാലകൃഷ്ണനും ND അപ്പച്ചനും തമ്മിലുള്ള തർക്കങ്ങൾ ഒക്കെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിവാദങ്ങളിലേക്ക് നയിച്ചത്. ഏറ്റവും ഒടുവിൽ ND അപ്പച്ചന്റെ രാജിയോടുകൂടി ആ സംഘടനാ പ്രശ്നങ്ങൾ തീരുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പില്ല. പക്ഷേ ആ സംഘടനാ പ്രശ്നങ്ങൾ തീർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യഘട്ട നടപടികളാണ് വയനാടിനെ കേന്ദ്രീകരിച്ച് തന്നെ കോൺഗ്രസ് നടത്തുന്നത്. വയനാട്ടിലെ കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ, ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഗൗരവത്തോടുകൂടി KPCC കാണുന്നു എന്നുള്ളതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ND അപ്പച്ചന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.